മനോരമ പത്രത്തിൻ്റെ ഒരു ഒന്നാം പേജിൽ നിന്നുള്ളൊരു ഇൻട്രോ, അതായത് പ്രധാനപ്പെട്ട അവരുടെ വാർത്തകളുടെ ഇൻട്രോ ഞാൻ വായിച്ചു തുടങ്ങാം. ബൈബിളിൽ 70 വട്ടം പരാമർശിക്കപ്പെട്ട ലെബനോൻ ദേശത്ത് ആചാരപ്പൊലിമയുടെ അകമ്പടിയോടെ അഭിഷിക്തനായി കേരളത്തിലെ യാക്കോബായ സഭയുടെ പുതിയ നാഥൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആയിരുന്ന അദ്ദേഹം ഇനി ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നറിയപ്പെടും. ഇത് യാക്കോബായ സഭയുടെ പുതിയ നാഥൻ അഭിഷിക്തനായ വാർത്തയുടെ മനോരമയുടെ ഒന്നാം പേജിലെ പ്രധാന വാർത്തയുടെ ഇൻട്രോ ആണ്. ഒന്നാം പേജിൽ മാത്രമല്ല 9-ാം പേജിലും വർണ്ണാഭമായി വിന്യസിച്ചിട്ടുണ്ട്. മനോരമ മാത്രമല്ല, ഞാനിത് ഈ ഇൻട്രോ വായിച്ചത് ആ വാർത്ത എത്രത്തോളം പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അടക്കം, ദേശാഭിമാനി അവരുടെ അവസാന പേജ് ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഇല്ലാത്ത രൂപത്തിൽ വലിയ പ്രാധാന്യത്തോടെ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ അഭിഷിക്തനായ വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം മനോരമയിലേക്ക് തന്നെ പോകാം. കാരണം മനോരമയാണതിൽ ഒരു പടി മുന്നിൽ എന്ന് വേണം പറയാൻ. കാരണം അവരുടെ 19-ാം പേജ് കളർ പേജ് വളരെ മനോഹരമായി ശ്രേഷ്ഠം ഭക്തി നിർഭരം എന്നുള്ളതാണ് ആ വലിയ തലവാചകം. ഞാൻ 1-ാം പേജിൽ നിന്ന് 19-ാം പേജിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു പിടി വാർത്തകളുണ്ട്. ഇന്ത്യയെ അഭിനന്ദിച്ച് പാത്രിയാർക്കീസ് ബാവ, കവിത പൂക്കും ദേവദാരു എന്ന് പറയുന്നത്. ദേവദാരു മരം നമുക്കറിയാവുന്നതാണ്. ആ ദേവദാരു മരത്തിൽ ലെബനോനിൻ്റെ പ്രാധാന്യം എന്താണ്, അവരുടെ ദേശീയ ചിഹ്നമാണ്. ആ ദേവദാരു മരവുമായി ബന്ധപ്പെട്ട് ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ അഭിഷിക്ത ചടങ്ങുകൾക്ക് എന്ത് പ്രാധാന്യം എന്ന് പറയുന്ന ഒരു ലേഖനം. പിന്നെ പാത്രിയാർക്ക സെൻറ്ററിൽ സ്വീകരണമുണ്ട്. മനം നിറഞ്ഞ വിശ്വാസികൾ, അതായത് ഇത് കാണുന്ന വിശ്വാസികളുടെ ഇത് വിനയത്തോടെ, ശ്രേഷ്ഠ ബാവയുടെ ഒരു ഹെഡിങ് ഉണ്ട്. വിനയത്തോടെ ക്രിസ്തുവിൻ്റെ കുരിശു ചുമക്കും. മോദി ആശംസ അറിയിച്ചത് മലയാളത്തിലും പ്രാർത്ഥനകൾ. അങ്ങനെ അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മലയാളത്തിൽ ചൊല്ലിയാണ് പാത്രിയാർക്കീസ് ബാവ ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ വളരെ വിശദമായി മനോരമ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി 19-ാം പേജിലേക്കൊന്നും പോയിട്ടില്ല. അവർ 1-ാം പേജിലും ഒപ്പം തന്നെ അധിക ദൂരം യാത്ര ചെയ്യേണ്ടതില്ല. 2-ാം പേജിൽ യാക്കോബായയുടെ സുറിയാനി സഭയിൽ പുതുയുഗം എന്ന് തന്നെയാണ് ആ രൂപത്തിൽ. അതുപോലെ അന്ത്യോക്യൻ പാരമ്പര്യം, അത് ഒരുപക്ഷെ ഇത് ഈ യാക്കോബായ സഭകളെക്കുറിച്ചും ഒക്കെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ അന്ത്യോക്യൻ പാരമ്പര്യം എന്താണെന്നൊക്കെ മനസ്സിലാവുക. സിറിയൻ പിന്തുടർച്ചാ പ്രതീകം എന്ന രൂപത്തിലും എന്ന ഹെഡിങ്ങിലും ഒരു വാർത്തയുണ്ട്. അങ്ങനെ ഈ രണ്ട് പത്രങ്ങളും വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്.